പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പവിത്രതകളേറെ നിറഞ്ഞ സഫർ മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവ് ഇന്നത്തെ മഗ്‌രിബോടെ നമ്മളിലേക്ക് ഇതാ വരികയാണ്. നാളെ അവസാനത്തെ വെള്ളിയാഴ്ച പകലാണ്. അൽഹംദുലില്ലാഹ്, ഇന്ന് രണ്ട് കാര്യമാണ് നമ്മൾ പഠിക്കുക. കൂടാതെ പരിശുദ്ധമായ നബിദിനം, അല്ലേ? നബിദിനം എന്നാണ് ഉസ്താദ് എന്നാ പലരും ചോദിക്കുക. നബിദിനം എന്നാണെന്ന് പറയുന്നതിന് മുമ്പ് റബീഉൽ അവ്വൽ എന്നാണെന്നാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. റബീഉൽ അവ്വൽ മാസം എന്നാണ് തുടങ്ങുന്നത്. അത് ഇൻഷാ അല്ലാഹ് വീഡിയോയിൽ പറയുന്നുണ്ട്, കേട്ടു നോക്കുക. അപ്പോൾ ഈ നബിദിനം വരുന്നതിന് മുമ്പ് ആ റബീഉൽ അവ്വൽ മാസത്തെ എങ്ങനെ നമ്മൾ സ്വീകരിക്കണം, അതിന് എങ്ങനെ സ്വീകരിക്കണം എന്നുള്ളൊരു 3 കാര്യം ഇന്നത്തെ ക്ലാസ് നമുക്ക് കേൾക്കാം. കൂടാതെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു രഹസ്യമായ ഒരു ദുആയുണ്ട്. രഹസ്യമായ ദുആ. ആ ദുആ നമ്മൾ ചെയ്താൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്, ഒരുപാട് പ്രതിഫലങ്ങളുണ്ട്. ഏതൊക്കെയെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. കൂടാതെ രഹസ്യങ്ങളുടെ സ്വലാത്ത് എന്നറിയപ്പെടുന്ന സ്വലാത്തു സിർ അതെന്താണ്, അതിൻ്റെ നേട്ടം എന്താണ്, അത് ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലം എന്താണ്, വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. അപ്പോൾ റബീഉൽ അവ്വൽ മാസം ഇതാ വരവായി. ആ റബീഉൽ അവ്വൽ മാസത്തെ എങ്ങനെ സ്വീകരിക്കണം വിശദമായി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് കേൾക്കാം. അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഖബൂൽ ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഒരുപാട് ആളുകൾ നമ്മളോട് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മക്കളുടെ പരീക്ഷകളൊക്കെ നടക്കുകയാണ്. പലരുടെയും പരീക്ഷ കഴിഞ്ഞു, പലരുടെയും പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി വരാനുണ്ട് ഒരുപാട് പരീക്ഷകൾ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ എല്ലാവരുടെയും മക്കളുടെ, നമ്മുടെ പേരക്കുട്ടികളുടെയൊക്കെ പരീക്ഷകൾ എളുപ്പത്തിലാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ മക്കൾക്കും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഉന്നതമായ വിജയങ്ങൾ കൊടുത്ത് അള്ളാഹു അവരെ സന്തോഷിപ്പിക്കുമാറാവട്ടെ. നമുക്കും നമ്മുടെ മക്കൾക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും എല്ലാവിധത്തിലുള്ള രോഗങ്ങളെ തൊട്ടുള്ള മുക്തിയും അള്ളാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ സഫർ മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവ് ഇന്നത്തെ മഗ്‌രിബോടുകൂടി ഇൻഷാ അല്ലാഹ് നമ്മളിലേക്ക് വരുന്നു. നാളെ സഫർ മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച ദിനമാണ്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളിൽ നിന്നൊന്നും സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, അനവധി ആളുകൾ പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ഈ വെള്ളിയാഴ്ച രാവിൻ്റെയും നാളെ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെയൊക്കെ ബർക്കത്ത് കൊണ്ട് ആരൊക്കെ എന്തൊക്കെ ദുആ വസിയത്ത് പറഞ്ഞോ എല്ലാവരുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ റബ്ബേ. വേദനകൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ നീ ദൂരീകരിക്കണേ അല്ലാ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരിക്കൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, മഹാനവകളുടെ മകളാകുന്ന മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് വന്നു. ആയിഷ ബീവിയുടെ അടുക്കലേക്ക് അബൂബക്കർ സിദ്ദീഖ് എന്ന് പറയുന്ന വാപ്പ കടന്നു വരികയാണ്. എന്നിട്ട് വാപ്പ മകളോട് ചോദിക്കുന്നു, മോളെ ആയിഷ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിനക്ക് മാത്രം പ്രത്യേകമായി എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? നബി തങ്ങളുടെ ഭാര്യയാണ് ആയിഷ ബീവി. ആയിഷ ബീവിയുടെ വാപ്പയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നെ ആയിഷ ബീവിയോട് ചോദിക്കുന്നു, മോളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിനക്ക് മാത്രമായിട്ട് എന്തെങ്കിലുമൊക്കെ ദിക്റോ ഔറാദുകളൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ആ സമയത്ത് എന്തെങ്കിലും ഒരു ദുആ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആയിഷ ബീവി പറഞ്ഞു, എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, എനിക്ക് ഒരു ദുആ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് മാത്രമല്ല പലർക്കും നബി ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈസാ നബിയുടെ കൂട്ടുകാർക്ക്, അനുചരന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്ത ദുആയാണ്. ഒരു മനുഷ്യൻ ഈ ദുആ പറഞ്ഞാൽ മലയോളം കടമുണ്ടെങ്കിലും അല്ലാഹു തആല അത് വീട്ടിക്കൊടുക്കുന്നതാണ്. അത്രമാത്രം വലിയ മഹത്വമുള്ള, അത്രമാത്രം വലിയ പവറുള്ള ഒരു ദുആയാണ് ഇത്. മാത്രമല്ല അവൻ്റെ വിജയത്തിൻ്റെ കവാടങ്ങൾ അല്ലാഹു തആല തുറന്നു തരും. റിസ്ക് അല്ലാഹു തആല വിശാലമാക്കി തരും. റിസ്ക് എന്ന് പറഞ്ഞാൽ അതിൽ നമ്മുടെ ഭക്ഷണം, നമ്മുടെ വെള്ളം, നമ്മുടെ വസ്ത്രം, നമ്മുടെ വീട്, നമ്മുടെ മക്കൾ, നമ്മുടെ കച്ചവടം, നമ്മുടെ വാഹനം, നമ്മുടെ കുടുംബം എല്ലാം ഈ റിസ്ക്കിൽ പെടും. അപ്പോൾ റിസ്ക് വിശാലമാവാൻ, അതായത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഖൈറും ബറക്കത്തും എപ്പോഴും നിലനിന്ന് കിട്ടാൻ, ഉണ്ടാവാനല്ല നിലനിന്ന് കിട്ടാൻ നമുക്ക് ഈ ദുആ പറയാൻ പറ്റും എന്നാണ് മഹത്തുക്കൾ ഈ ദുആഇൻ്റെ ശ്രേഷ്ഠതയായിട്ട് പറഞ്ഞു തരുന്നത്. ഏതാണ് ആ ദുആ?
നിങ്ങൾക്ക് ദാ സ്ക്രീനിൽ കാണാൻ പറ്റും. ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലെ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ ഒരു ദുആ ഒരു വട്ടമെങ്കിലും പറയാൻ മറന്നു പോകരുത് കേട്ടോ. ഇന്നത്തെ മഗ്രിബിന് മുമ്പ് ഈ ദുആ ഒരു വട്ടമെങ്കിലും ഇൻഷാ അല്ലാഹ് ഒന്ന് പറയണേ. പറഞ്ഞവരൊന്ന് കമൻറ്റിൽ അറിയിച്ചാൽ വലിയ ഖൈറാണ്, വലിയ സന്തോഷമാണ്. അപ്പോൾ മാത്രമല്ല ഇന്നത്തെ ദിവസം മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങളിലും നിങ്ങൾക്കിത് പറയാം. ഒരുപാട് നേട്ടങ്ങൾ. നമ്മുടെ കടം മാത്രമല്ല, നമ്മുടെ സഹോദരന് കുറച്ച് കടമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സഹോദരൻ്റെ മകൻ അല്ലെങ്കിൽ നമ്മുടെ ജ്യേഷ്ഠൻ്റെ മകൾ അവൾക്ക് കല്യാണമാകുന്നില്ല, അവർക്ക് കല്യാണമാവാൻ, അവർക്കൊരു ഖൈറുണ്ടാവാൻ അവർക്ക് വേണ്ടി നമുക്കും ഈ ദുആ പറയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാനും നമ്മളുമായി ബന്ധപ്പെട്ട നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ സ്നേഹിതന്മാർ, കുടുംബക്കാർ അവർക്കൊക്കെ വലിയ സന്തോഷമുണ്ടാവാൻ നമുക്ക് ഈ ദുആ പറയാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇപ്പം തന്നെ എൻ്റെ കൂടെ തന്നെ ഇൻഷാ അല്ലാഹ് ഈ ദുആ നിങ്ങൾ പറഞ്ഞു കേട്ടോ. ഏതാണത്? അല്ലാഹുമ്മ ഫാരിജൽ ഹമ്മ്, اللهم فارج الهم كاشف الغم مجيب دعوة المضطرين رحمن الدنيا والآخرة ورحيمهما أنت ترحمني فارحمني برحمة تغنني بها عن رحمة من سواك. ഒന്നുകൂടി പറയാം. اللهم فارج الهم، اللهم فارج الهم كاشف الغم مجيب دعوة المضطرين رحمن الدنيا والآخرة ورحيمهما أنت ترحمني فارحمني برحمة تغنني بها عن رحمة من سواك. അല്ലാഹുവേ, കടങ്ങൾ മാറ്റിത്തരുന്ന റബ്ബേ, അല്ലേ, പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ദൂരീകരിക്കുന്ന അല്ലാഹ്, പ്രതിസന്ധികളിൽ ശരണം തരുന്ന അല്ലാഹുവേ, എൻ്റെ ദുആ നീ സ്വീകരിക്കണേ. ഈ ജീവിതം കുടുങ്ങിപ്പോയി അവൻ്റെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ റഹ്മാനാണ്, ദുനിയാവിൽ റഹ്മത്ത് ചെയ്യുന്നവൻ, ആഖിറത്തിൽ റഹ്മത്ത് ചെയ്യുന്നവൻ. അല്ലാഹുവേ, നിൻ്റെ റഹ്മത്ത് ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് രക്ഷയുണ്ടാവുക, നിൻ്റെ റഹ്മത്തില്ലാതെ ഒന്നും സാധിക്കില്ല എന്നൊക്കെ ഏകദേശം അർത്ഥം വരുന്ന അതിശ്രേഷ്ഠമായ പവറുള്ളൊരു ദുആ ഒന്നുകൂടി നമുക്ക് പറയാം. اللهم فارج الهم كاشف الغم مجيب دعوة المضطرين رحمن الدنيا والآخرة ورحيمهما أنت ترحمني فارحمني برحمة تغنني بها عن رحمة من سواك. ഈ ഒരു ദുആ ഇതൊന്ന് പഠിച്ചു വെക്കുക. കാണാതെ തന്നെ പറയണമെന്നില്ല, കണ്ടും നമുക്ക് പറയാം. വലിയ ശ്രേഷ്ഠതയുള്ള ഒരു ദുആയാണ്, വല്ലാത്ത ശ്രേഷ്ഠ. കാരണം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷാ ബീവിക്ക് മാത്രമല്ല ഒരുപാട് സ്വഹാബിമാർക്ക് നബി തങ്ങൾ ഇത് രഹസ്യമായി സെപ്പറേറ്റായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം അവിടുത്തെ കൂട്ടുകാർക്കും പഠിപ്പിച്ചു കൊടുത്തൊരു ദുആയാണ്. അപ്പോൾ പരിശുദ്ധമായ സഫർ മാസം ഇതാ അവസാനിക്കാൻ ഒരുങ്ങുകയാണ്. സഫർ മാസം അവസാനിച്ച് റബീഉൽ അവ്വലിലേക്ക് നമ്മൾ കടക്കാൻ ഒരുങ്ങുന്നു. സഫർ മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവാണ്. നാളെ അവസാനത്തെ വെള്ളിയാഴ്ച ദിനമാണ്. അടുത്ത വ്യാഴാഴ്ച, അടുത്ത വെള്ളിയാഴ്ചയൊക്കെ അൽഹംദുലില്ലാ നമ്മൾ വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ എപ്പോഴും സന്തോഷമാണ്. കാരണം മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനമുള്ള ഒരു മാസമല്ലേ റബീഉൽ അവ്വൽ. അൽഹംദുലില്ലാ, അല്ലാഹു തആല ആ ഒരു മാസത്തെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്താൻ, പ്രയോജനപ്പെടുത്താൻ റബ്ബ് നമുക്ക് തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നബി തങ്ങൾ പഠിപ്പിച്ച ഈ ഒരു ദുആ ഇന്നത്തെ ദിവസം മറക്കണ്ട. അതുകൂടാതെ ഞാനൊരു സ്വലാത്ത് പറഞ്ഞു തരാം. ഈ സ്വലാത്തിൻ്റെ പേര് സ്വലാത്തു സിർ എന്നാണ്. സ്വലാത്തു സിർ. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം വരുമല്ലേ, അപ്പോൾ മുത്തുനബിയുമായി ബന്ധപ്പെട്ട സ്വലാത്തുകൾ ഒരുപാടുണ്ട്. ആയിരക്കണക്കിന്, ഏകദേശം 4000-ലധികം സ്വലാത്തുകൾ ഉണ്ടെന്നാണ്. അപ്പോൾ ആ സ്വലാത്തുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു വട്ടമെങ്കിലും ഓരോ സ്വലാത്തും ഇങ്ങനെ ചൊല്ലാൻ പറ്റിയാൽ അത് വലിയ നന്മയാണ്, ഖൈറാൻ. അപ്പോൾ അങ്ങനെ നമ്മളിൽ പലരും കേട്ടിട്ടില്ലാത്ത, പലർക്കും പരിചയമില്ലാത്തൊരു സ്വലാത്താണ് സ്വലാത്തു സിർ എന്നാണ് ഈ സ്വലാത്തിൻ്റെ പേര്. ഇപ്പോൾ റബീഉൽ അവ്വൽ വരികയാണ്. റബീഉൽ അവ്വൽ 1 എന്നാണ് ഉസ്താദെ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അതായത് ഈ വരുന്ന ഞായറാഴ്ച സഫർ മാസം 29-ആണ്. സഫർ 29-ആണ്. ഈ വരുന്ന ഞായറാഴ്ച മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടാൽ, പിറ കണ്ടാൽ തിങ്കളാഴ്ച റബീഉൽ അവ്വൽ 1 ഇനി സഫർ 29 ഞായറാഴ്ച നിലാവ് കണ്ടില്ലെങ്കിൽ തിങ്കളാഴ്ച സഫർ 30 പൂർത്തിയാക്കി ചൊവ്വാഴ്ചയായിരിക്കും റബീഉൽ അവ്വൽ 1. അപ്പോൾ ഒന്നെങ്കിൽ തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ചയായിരിക്കും റബീഉൽ അവ്വൽ 1. അപ്പോൾ റബീഉൽ അവ്വൽ 1 എന്നാണെന്ന് അറിഞ്ഞാലാണ് നമുക്ക് നബിദിനം എന്നായിരിക്കും എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ സമയത്ത് പറയാം.
നമുക്കിനി സ്വലാത്ത് എന്ന് പറഞ്ഞാലോ, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പറയാം. ഒരുപാട് നേട്ടങ്ങൾ കിട്ടുന്ന, ഒരുപാട് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ പറ്റുന്ന, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടം, അതുപോലെ മലക്കുകളുടെ ദുആ, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്ത്, അതുപോലെ തന്നെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം, സിറാത്ത് പാലം വേഗത്തിൽ കടക്കാൻ പറ്റുക, അതുപോലെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാവൽ എപ്പോഴും നമുക്കുണ്ടാവുക, നമ്മുടെ മനസ്സിൻ്റെ മുറാദുകൾ ഹാസിലാവുക, അതുപോലെ വേദന, വിഷമ, പ്രയാസങ്ങൾ മാറ്റിക്കിട്ടുക, നമ്മുടെ കാര്യങ്ങളെല്ലാം എളുപ്പമാവുക, അല്ലേ? പൈസ കിട്ടാനുണ്ട്, അത് വേഗത്തിൽ കിട്ടാൻ, അതുപോലെ തന്നെ ഒരുപാട് രോഗങ്ങളുണ്ട്, അതൊക്കെ വേഗത്തിൽ മാറാൻ, ഒരുപാട് മുറാദുകളുണ്ട്, അതൊക്കെ വേഗത്തിൽ ഹാസിലാവാൻ, ഇങ്ങനെ അനവധി നിരവധി ഉദ്ദേശ ലക്ഷ്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അപ്പോൾ എല്ലാ കാര്യത്തിലും ഖൈറും ബറക്കത്തൊക്കെ ഉണ്ടാവാൻ വേണ്ടി നമുക്ക് ചൊല്ലാൻ പറ്റിയൊരു സ്വലാത്താണ് സ്വലാത്തു സിർ. ഒരുപാട് മഹത്വം ഈ സ്വലാത്തു സിറിന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ സ്വലാത്ത് ഒന്ന് നോക്കിയാലോ, ഏതാണ് ആ സ്വലാത്ത്? നിങ്ങൾക്ക് കാണാം കേട്ടോ ഇവിടെ. اللهم صل وسلم وبارك على سيدنا محمد النور الذات وسر الساري وفي سائر الاسماء والصفات. ഒന്നുകൂടി പറയാം. اللهم صل وسلم وبارك على سيدنا محمد النور الذات وسر الساري في سائر الاسماء والصفات. ഒന്നുകൂടി പറയാം. നമുക്കൊരു 3 വട്ടം ഇത് തുടർച്ചയായിട്ട് പറഞ്ഞാലോ. അല്ലാഹു തആല ഈ ഒരു സ്വലാത്ത് പറഞ്ഞതിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ പ്രശ്ന പ്രയാസങ്ങൾ മാറ്റി തരട്ടെ, നമ്മുടെ ഹലാലായ മുറാദുകൾ അല്ലാഹു തആല ഹാസിലാക്കി തരട്ടെ, രോഗങ്ങൾ ശിഫയാക്കി തരട്ടെ, ആമീൻ. നമ്മുടെ ദുആക്ക് അല്ലാഹു തആല ഇജാബത്ത് തരട്ടെ, ആമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു 3 വട്ടം നമുക്ക് ഈ സ്വലാത്ത് പറയാം. എല്ലാവരും പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് കാണാമല്ലോ, സ്ക്രീനിൽ കാണാം. اللهم صل وسلم وبارك على سيدنا محمد النور الذاتي وسر الساري في سائر الأسماء والصفات. اللهم صل وسلم وبارك على سيدنا محمد النور الذاتي وسر الساري في سائر الأسماء والصفات. اللهم صل وسلم وبارك على سيدنا محمد النور الذاتي وسر الساري في سائر الأسماء والصفات. അപ്പോൾ അൽഹംദുലില്ലാഹ്, ഇന്നത്തെ ഈ ഒരു സുന്ദരമായ ക്ലാസ്സിൽ നമ്മൾ 2 കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിക്ക് പറഞ്ഞു കൊടുത്ത ഒരു ദുആ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകളിൽ വളരെ പ്രാധാന്യമുള്ള സ്വലാത്തു സിർ, രഹസ്യങ്ങളുടെ സ്വലാത്ത്, അതും നമ്മൾ പറഞ്ഞു. അൽഹംദുലില്ലാഹ്. അപ്പോൾ ഈ 2 കാര്യവും ഇന്നത്തെ ദിവസം നമ്മൾ ചൊല്ലാൻ മറന്നു പോകണ്ട കേട്ടോ. ഇപ്പം തന്നെ ചൊല്ലിയിട്ടുണ്ടാവുമല്ലോ, എന്നാലും നമ്മളൊന്ന് പലവട്ടം ഇതിങ്ങനെ ആവർത്തിച്ച് ചൊല്ലുക. നാളെ സഫർ മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച ദിവസമല്ലേ, നാളെയും ചൊല്ലുക. പക്ഷെ അത് ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഇതുപോലെയുള്ള സ്വലാത്തുകൾ, ദുആകൾ, ഇതൊക്കെ നമുക്ക് പറ്റുന്ന രൂപത്തിൽ നമ്മൾ പറയുക. ചിലപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ സ്വലാത്ത് ചിലപ്പോൾ ഇന്ന് ചൊല്ലും, നാളെ ചൊല്ലും, ചിലപ്പോൾ മറ്റന്നാൾ നമ്മൾ ചൊല്ലില്ല, പിന്നെ ഈ സ്വലാത്തേ നമ്മൾ മറന്നു പോകും. എന്നാലും കുഴപ്പമില്ല, ഒരു വട്ടമെങ്കിലും നമുക്ക് ജീവിതത്തിൽ ഈ ഒരു സ്വലാത്ത് ഒരു വട്ടമെങ്കിലും ചൊല്ലാൻ പറ്റിയല്ലോ, അത് അള്ളാഹു നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത് നല്ല ആത്മാർത്ഥതയോടുകൂടി ചൊല്ലുക. പറ്റുന്ന നല്ല ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് നല്ലവണ്ണം ദുആ രക്കുക. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച രാവാണ്, ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. ഒരുപാട് ആഗ്രഹങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ, പ്രയാസങ്ങളൊക്കെ എത്രയോ കുടുംബങ്ങളിൽ ഒരുപാട് ഓരോ ആളുകളൊക്കെ ഫോൺ വിളിച്ചിട്ടിങ്ങനെ പറയുമ്പോൾ അവസാനം എന്താ പറയുക, അവരോട് എന്ത് തിരിച്ചു പറയണമെന്ന് ഒരു പിടുത്തം കിട്ടാത്ത അവസ്ഥയൊക്കെ ഉണ്ട്. നമുക്ക് എന്ത് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഇതിന് പരിഹാരം എന്താണ്? അള്ളാഹു ഒന്നും അറിയില്ല. കാരണം അങ്ങ് അത്രമാത്രം പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ട്. അള്ളാഹുവേ, നീ സാക്ഷിയാണ്, ആരൊക്കെ എന്തൊക്കെ പ്രയാസത്തിലുണ്ടോ റബ്ബേ, അതൊക്കെ നിമിഷ നേരം കൊണ്ട് മാറ്റാൻ നിന്നെക്കൊണ്ട് പറ്റും. അള്ളാഹുവേ പടച്ചവൻ, ഞങ്ങളൊക്കെ നിൻ്റെ അടിമകളാണ്, ഞങ്ങൾക്കൊന്നും ഒരു കഴിവുമില്ല. അള്ളാഹുവേ, എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ എല്ലാവരുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കി തരണേ അല്ലാ. രോഗങ്ങൾ ഒരുപാടുണ്ട് റബ്ബേ, അള്ളാഹുവേ നീ ശിഫയാക്കണേ അല്ലാ. മാരകമായ അസുഖങ്ങൾ തന്ന് ഞങ്ങൾ നീ കടത്തിക്കളയില്ലേ റഹ്മാനെ. എപ്പോഴാണെങ്കിലും മരിക്കുന്ന സമയത്ത് കെലിമ ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീക്ക് തരണേ അല്ലാ. ആമീൻ ആമീൻ ആമീൻ. എപ്പോഴും നമ്മൾ ദ്വാരക്കണം. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച രാവാണ്, നാളെ വെള്ളിയാഴ്ച ദിവസമാണ്. സൂറത്തുൽ കഹ്ഫ് ഇന്നോതുക. ഇന്ന് അസറിന് ശേഷം നഖം വെട്ടാനുള്ളവരൊക്കെ നഖം വെട്ടുക. പിന്നെ അതുപോലെ തന്നെ നാളെ ജുമഅക്ക് നേരത്തെ പോവുക, അല്ലേ? അടുത്ത വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് നമ്മൾ റബീഉൽ അവ്വലിലായിരിക്കും. നമ്മൾ റബീഉൽ അവ്വലിൻ്റെ ഒരു ആരംഭം നമ്മുടെ മക്കൾക്കൊക്കെ, അല്ലേ? ഇപ്പോൾ മക്കളിപ്പോൾ പരീക്ഷ എഴുതുന്നു, അതുപോലെ തന്നെ മദ്രസയിലൊക്കെ ഇപ്പോൾ ദഫിൻ്റെ പ്രാക്ടീസ് നടക്കുന്നു, അതുപോലെ തന്നെ മദ്രസ പരിപാടികൾ, നമ്മുടെ മക്കൾ പാട്ട് പ്രസംഗമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു, അതുപോലെ സ്കൂളിൽ പരീക്ഷയാണ്. അങ്ങനെ പല തിരക്കുകളിലൊക്കെയാണ് നമ്മുടെ മക്കളൊക്കെ ഉള്ളത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500ാമത് ജന്മദിനമാണ്. അല്ലാഹു താല സ്വീകരിക്കട്ടെ. അല്ലാഹു താല ആ മുത്തുനബിയോട് ഒരുപാട് ഇഷ്ടം വെക്കാനും ഒരുപാട് സ്വലാത്തുകൾ പറയാൻ ഒരുപാട് മദ്ഹുകൾ പറയാൻ അതുവഴി സ്വർഗ്ഗത്തിൽ കടക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ വെള്ളിയാഴ്ച റബീഉൽ അവ്വൽ നമ്മളിലേക്ക് വരികയല്ലേ. റബീഉൽ അവ്വൽ വരുന്ന സമയത്ത് എങ്ങനെ നമുക്ക് റബീഉൽ അവ്വലിനെ സ്വീകരിക്കാം, എങ്ങനെ നമുക്ക് നബിദിനത്തെ സ്വീകരിക്കാം, ആ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, പറയണം, ചെയ്യണം, വിശദമായി ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലേ, ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ മനസ്സിലായില്ല നബിദിനത്തെ എങ്ങനെ സ്വീകരിക്കണം. ആദ്യം തന്നെ നമ്മുടെ മനസ്സ് ശാന്തമാക്കണം, മനസ്സ് കളങ്കമില്ലാത്തതാക്കണം അല്ലേ. മനസ്സ് കളങ്കം, എനിക്ക് സ്വലാത്ത് ചൊല്ലിയാണ് ആദ്യം സ്വീകരിക്കുക. സ്വലാത്ത് ചൊല്ലി നമ്മൾ റബീഉൽ അവ്വലിനെ സ്വീകരിക്കുക, നബിദിനത്തെ നമ്മൾ സ്വീകരിക്കുക. മാത്രമല്ല മനസ്സ് തുറന്ന് അല്ലേ, നബിയെ ഇഷ്ടം വെച്ച് ഇഷ്ടത്തോടുകൂടി ഈ മാസത്തെ നമ്മൾ സ്വീകരിക്കുക. ഇഷ്ടം വെക്കുക, ഈ മാസത്തെ ഇഷ്ടം വെക്കുക. ഈ മാസത്തിൽ ജനിച്ച മുത്തുനബിയോട് വലിയ സ്നേഹമുണ്ടാവുക, ഇഷ്ടമുണ്ടാവുക, പ്രേമമുണ്ടാവുക എന്നാണ്. പ്രേമം എന്ന് പറഞ്ഞാൽ ഈ കാമുകന്മാരുടെ പ്രേമമല്ല. പ്രേമം എന്ന് പറഞ്ഞാൽ അത് എന്താണ്? ഈ പ്രേമം എന്ന് കേൾക്കുമ്പോൾ എന്താണ്? നമ്മൾ ലവ്, പ്രേമം എന്ന് കേൾക്കുമ്പോൾ എന്താ മനസ്സ് വരിക? കാമുകന്മാർ തമ്മിലുള്ള ഒരു ഇഷ്ടം, പ്രണയം, അതല്ല. ഇതത് അതിനേക്കാൾ ഇഷ്ടം. അതായത് നബിതങ്ങളുടെ നടത്തം എൻ്റെ നടത്തമാണ്. നബിതങ്ങൾ ഭക്ഷണം കഴിച്ചതുപോലെ ഞാനും കഴിക്കുന്നു, നബിതങ്ങൾ ഉറങ്ങിയതുപോലെ ഞാനും ഉറങ്ങുന്നു അല്ലേ, നബി നിസ്കരിച്ചതുപോലെ ഞാനും നിസ്കരിക്കുന്നു, നബി പറഞ്ഞ ദുആകൾ ഞാനും പറയുന്നു. അങ്ങനെ നബിയുടെ ജീവിതം എൻ്റെ ജീവിതമാവണം. ആ ഒരു ഇഷ്ടം, അങ്ങനത്തെ ഒരു ഇഷ്ടം, അതാണ് ഈ റബീഉൽ അവ്വലിൽ നമ്മൾ കരസ്ഥമാക്കേണ്ടത്. അപ്പോൾ റബീഉൽ അവ്വലിനെ എങ്ങനെ സ്വീകരിക്കണം? സ്വലാത്ത് ചൊല്ലി സ്വീകരിക്കണം, നബി തങ്ങളുടെ സുന്നത്തുകൾ പ്രാവർത്തികമാക്കി നമ്മൾ ആ മാസത്തെ സ്വീകരിക്കണം. ഇൻഷാ അല്ലാഹ് നാളെ ഒന്നുകൂടി ഇത് വിശദമായിട്ട് നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഈ ഒരു ദിവസം, വെള്ളിയാഴ്ച രാവും നാളെ വെള്ളിയാഴ്ച പകൽ, പിന്നെ വരുന്ന റബീഉൽ അവ്വൽ മാസം എല്ലാം അല്ലാഹു തആല അനുകൂലമാക്കി തരട്ടെ. എല്ലാവിധ ഖൈറും ബറക്കത്തും തരട്ടെ. ആരൊക്കെ എന്തൊക്കെ ദുആ വസീയത്ത് പറഞ്ഞു എല്ലാവരുടെയും ഹലാലായ മുറാദ് അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. വിഷമ പ്രയാസങ്ങൾ റബ്ബ് മാറ്റി കൊടുക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് വിശദമായിട്ട് പറയാം. അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഖബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.